ഹരേ കൃഷ്ണ. ഇന്ന് ഉത്പന്ന ഏകാദശി. ഒരിക്കൽ ഗാണ്ഡീവധാരിയായ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ ജനാർദ്ദന, ദയവായി എനിക്ക് ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു നൽകിയാലും. തൻ്റെ ഉത്തമ ഭക്തനും പ്രിയ കൂട്ടുകാരനുമായ അർജുനനോട് പരമപുരുഷനായ ഭഗവാൻ പറഞ്ഞു, ഒരു ജീവാത്മാവ് ഭക്തിമാർഗത്തിൽ പുതിയതാണെങ്കിൽ ആദ്യമായി തൻ്റെ മനുഷ്യജന്മത്തിൽ ഭഗവാന്റെ മാർഗം അന്വേഷിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റവും ഉത്തമമാണ് മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ ഏകാദശി. എന്തുകൊണ്ടെന്നാൽ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കുന്നു. മാത്രമല്ല, ആ വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ പലതര സുഖങ്ങൾ ആസ്വദിച്ചതിന് ശേഷം നേരിട്ട് ഭഗവാന്റെ വൈകുണ്ഠ ലോകവും പ്രാപ്തമാകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് മാർഗശീർഷ കൃഷ്ണപക്ഷ ഏകാദശി, അതായത് ഉത്പന്ന ഏകാദശിയുമായി ബന്ധപ്പെട്ട് സത്യയുഗത്തിൽ സംഭവിച്ച ഒരു ചരിതം വിശദീകരിച്ച് നൽകി. സത്യയുഗത്തിൽ മുരൻ എന്നു പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നു. അവൻ ത്രിലോകങ്ങളിലും തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. അവൻ്റെ ആക്രമണത്താൽ ദേവേന്ദ്രന് ദേവലോകം നഷ്ടപ്പെടുകയും ദേവന്മാരെല്ലാവരും ഭഗവാൻ വിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരുടെ സൈന്യം ആ ദൈത്യനുമായി യുദ്ധം ചെയ്തു. യുദ്ധത്തിനിടയിൽ ഭഗവാൻ ലീലയുടെ ഭാഗമായി ബദ്രികാശ്രമത്തിലെ ഗുഹയ്ക്കുള്ളിൽ വിശ്രമിച്ചു. ഭഗവാനെ പിന്തുടർന്ന് അവിടെ എത്തിച്ചേർന്ന മുരൻ ഭഗവാനെ വധിക്കുവാനായി ആയുധമെടുത്തു. ആ സമയം ഭഗവാന്റെ ശരീരത്തിൽ നിന്നും അതീവ തേജസ്വിനിയായ ഒരു ദേവീരൂപം പ്രത്യക്ഷമാകുകയും ആ അസുരനെ തൽക്ഷണം തന്നെ നിഗ്രഹിക്കുകയും ചെയ്തു. ഭഗവാൻ യോഗനിദ്രയിൽ നിന്നും ഉണർന്ന സമയം ദേവി ഭഗവാന് നമസ്കാരങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദേവിയുടെ ഭക്തിയിലും പരാക്രമത്തിലും പ്രസന്നനായ ഭഗവാൻ ആശീർവദിച്ചു. ദേവി അവതരിച്ചത് ഏകാദശി ദിവസമായതിനാൽ ഏകാദശി ദേവി എന്നറിയപ്പെട്ടു. ഏതൊരു വ്യക്തിയാണോ ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ഏകാദശി ദിവസങ്ങളിൽ നിഷ്ഠയോടെ വ്രതം അനുഷ്ഠിക്കുന്നത്, ആ വ്യക്തിക്ക് തീർച്ചയായും ഭഗവാന്റെ കൃപ ലഭിക്കും. പുരാണങ്ങളിൽ പറയുന്നു, ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതിലൂടെ മാത്രം ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും നീങ്ങുന്നു. ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 9:12-നും 10:13-നും ഇടയിൽ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ.